അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞ് മറുപടി പറയുമ്പോഴേക്ക് സദസ്സിന്റെ 4 ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ചാടി എഴുന്നേറ്റു. അവർ പറഞ്ഞു, വലാ ഹുക്മ ഇല്ലാ ലില്ലാ, അല്ലാഹുവിനല്ലാതെ വിധിക്കധികാരമില്ല. ഖുർആൻ പൊക്കി പിടിച്ചപ്പോ മധ്യസ്ഥന്മാരെ പറഞ്ഞയച്ച് തെറ്റായി പോയിട്ടുണ്ട്, ശിർക്കായി പോയിട്ടുണ്ട്. ആയതുകൊണ്ട് നിങ്ങളുടെ ശിർക്കിൽ നിന്ന് പിന്മാറണം. ആയിരക്കണക്കായ ആളുകള്, ഖവാരിജിയാക്കളായ ആളുകള്, ഹറൂറിയാക്കളായ ആളുകള് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ശിർക്കാരോപിക്കുകയാണ്. ഹബീബായ നബിയിൽ നിന്ന് ഹിദായത്തിന്റെ വെളിച്ചം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ആദ്യത്തെ മോൻ, ആദ്യമായി കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുട്ടികളിൽ ഒന്നാമൻ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളല്ലേ, അവരിൽ ശിർക്കാരോപിക്കുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു അവർ വല്ലാതെ പറയാൻ തുടങ്ങിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹി കലിമത്തു ഹഖ്ഖിൻ, നിങ്ങൾ പറയുന്നത് സത്യമായ വാചകമാണ്. ഹഖ് യുറാദു ബിഹാ ബാത്തിൻ, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാത്തിനാണ്. നമ്മുടെ സഹോദരന്മാരായ വഹാബികളായ ആളുകൾ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹക്കായ വർത്താന, പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പറയുമ്പോ, പക്ഷെ യുറാദു ബിഹാ ബാത്തിൽ, അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്. അവർ പറയുന്നത് അവരുടെ തൊണ്ടക്കുഴിക്ക് താഴെ ഇറങ്ങിപ്പോകുന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ ഇസ്ലാമിലെ പ്രഥമമായ ബിദ്അത്തിന്റെ സംഘം അവർ കടന്നു വന്നത് സ്വഹാബത്തിനെ മുശ്രിക്കാക്കിക്കൊണ്ടാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ മുശ്രിക്കാക്കി. അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, എത്രയോ മഹാന്മാരായ സ്വഹാബത്ത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഇസ്ലാമിലെ ആദ്യത്തെ ബിദ്അഈ പ്രസ്ഥാനം ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗം. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ ഒന്നാമത്തെ അടയാളം മുസ്ലിം ജനതതികളെ അവർ മുശ്രിക്കാക്കുമെന്നാണ്. എന്റെ സാധാരണക്കാര് മനസ്സിലാക്കുക, നിങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ആരെങ്കിലും നമ്മെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം മുശ്രിക്കാണെന്ന വാദം പറയുന്നുണ്ടെങ്കിൽ അത് ബിദ്അത്തിന്റെ അടയാളമാണ്. കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ, നൂറുകണക്കായ സ്വഹാബത്തിനെതിരെ ആദ്യമായി കൊണ്ട് ബിദ്അത്തിന്റെ പ്രഖ്യാപനം നടത്തിയവരാണ് മുബ്തദിഈങ്ങൾ. ഇനിയും അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഒന്നാമത്തെ അടയാളം, അവർ ശിർക്ക് ആരോപിക്കും. ഒരു പ്രാവശ്യം മുഹയ്യിദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം മുശ്രിക്കാകുമെന്ന് പറഞ്ഞു. സമസ്ത പണ്ഡിതന്മാരായ ആളുകളും അതുപോലെ തന്നെ മക്ക കുഫാറുകളും അബൂജഹലും തമ്മിൽ 50 വിഷയങ്ങളിൽ സാമ്യമുണ്ട്. ചില വിഷയങ്ങളിൽ അബൂജഹലിനേക്കാൾ കൂടുതലാണ് എന്നവർ പറഞ്ഞു. വെറുതെ പറയുകയല്ല, ഞാൻ സാമ്പിളിന് വേണ്ടി മാത്രം പറയുകയാണ്. ഇത് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കുക. ആരോപിക്കുന്ന ഈ ഒരു പ്രവണത അത് ബിദ്അത്തിന്റെ അടയാളമാണ്. എങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹുവോ, അലി റളിയല്ലാഹു തആല അൻഹു യുദ്ധം കഴിഞ്ഞുകൊണ്ട് സുഫീനിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബ നിങ്ങളൊന്ന് പോയി നോക്കണം, ഈ കൊല്ലപ്പെട്ടയിനിടയിൽ ഒരാളുണ്ടാകും, അദ്ദേഹത്തിന്റെ ഒരു കൈ അദ്ദേഹത്തിനുണ്ടാവില്ല, ഇടത് കൈയിന്റെ ഭാഗത്തൊരു മാംസമായിരിക്കും. ആ മാംസത്തിൽ പെണ്ണുങ്ങളുടെ മുലയുടെ ഞെട്ട് പോലുള്ളതായ ഒരു ചെറിയ ഞെട്ടുള്ള ആളുകളുണ്ടാകും. ഫീഹി ശഅറാത്തുൻ ബിയളുൻ, അതിൽ വെളുത്ത രോമങ്ങളുള്ള ഒരാളുണ്ടോ ഇക്കൂട്ടത്തിലെന്ന് പോയി നോക്കാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ നെഹ്റുവാനിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ പോയി നോക്കിയപ്പോ ആളെ കണ്ടില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹബീബ് എന്നോട് നുണ പറയില്ല, റസൂലുള്ളാഹി എന്നോട് നുണ പറയില്ല, പോയി നോക്കൂ, അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവസാനം അവർ പോയി നോക്കിയപ്പോ യൂഫ്രട്ടീസിന്റെ തീരത്ത് കുന്നുകൂടി കിടക്കുന്ന 50 ആളുകളുടെ ശവത്തിനിടയിൽ നിന്ന് ഒരാളെ കണ്ടുകിട്ടുകയാണ്. കറുത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൈ ഉള്ളിലേക്ക് പോയിരിക്കുന്നു. അത് പിടിച്ചു നീട്ടിയാൽ നമ്മുടെ കൈ പോലെ നീളുന്നൊരു സാധനം, പെണ്ണുങ്ങളുടെ മുലഞ്ഞെട്ട് പോലെയുള്ള ഒരു സാധനം, അതിന്റെ തുമ്പത്ത് മുലഞ്ഞെട്ടിന്റെ ഭാഗത്ത് നിറയെ രോമങ്ങൾ. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ അവന്റെ കബന്ധം കൊണ്ടുവന്നപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സദഖ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് വീണു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, എന്നോട് എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന്. അവരുമായി കൊണ്ട് യുദ്ധം ചെയ്ത ആളുകൾക്ക് കിട്ടാവുന്ന പ്രതിഫലം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ അമല് ചെയ്യാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതിന്റെ പേരിൽ ഞാനത് പറയാതിരിക്കുകയാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ എന്റെ എന്നിട്ട് അലി തങ്ങളോട് ചോദിച്ചു, അലി റളിയല്ലാഹു തആല അൻഹു എന്നിട്ടും വിഷമിച്ചിട്ട്
ചത്തുകിടക്കുന്ന ആയിരക്കണക്കായ ആളുകളുടെ ഇടയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു അമ്മുശ്രികൂനഹും, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ നിങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞ ഈ വിഭാഗം മുശ്രിക്കീങ്ങളാണോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു മിനശ്ശിർക്കി ഫറു, അവർ ശിർക്കിൽ നിന്ന് ഓടിയ ആളുകളാണ്, ശിർക്കിന്റെ ആളുകളല്ല അവര്. ഖീല അമ്മുനാഫിഖൂന, അവർ മുനാഫിഖീങ്ങളാണോ? അപ്പൊ പറഞ്ഞു ഖാല ഇന്നൽ മുനാഫിഖീന ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, മുനാഫിഖീങ്ങളായ ആളുകൾ വളരെ കുറച്ച് മാത്രമല്ലേ അള്ളാഹുവിനെ ഓർക്കുകയുള്ളൂ, ഇവര് മുനാഫിഖീങ്ങളായ ആളുകളുമല്ല. പിന്നെ ആരാണ് ഇവര്? മുനാഫിഖീങ്ങളല്ല, കാഫിരീങ്ങളല്ല, മുശ്രിക്കീങ്ങളല്ല, പിന്നെ ഇവരാരാണ്? അപ്പൊ പറഞ്ഞു ഇഖ്വാനുനാ ബഗൗ അലൈനാ ഫഖാതൽനാഹും ബിബഗീഹിം അലൈനാ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തീർപ്പ് പറയുകയാണ്, അവർ നമ്മുടെ സഹോദരന്മാരാണ്, അവർ നമ്മളോട് അക്രമം കാണിച്ചു, അതിനെതിരെ നാമും അക്രമം കാണിച്ചു. അപ്പൊ ഒന്നാമതായി ബിദ്അഈ സംഘങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരടയാളം, അവര് മുസ്ലിം പൊതുജനങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾക്കെതിരെ ശിർക്ക് ആരോപിക്കുമെന്നുള്ളതാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഒരു വിഷയം എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പറയുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, അന്ന റജുലൻ ജാഅ ഇലൽ ഇമാമി മാലിക് റളിയല്ലാഹു തആല അൻഹു, ഒരാൾ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് വന്നു. ഇമാമുന ശാഫിഈ തങ്ങളുടെ 16 വർഷത്തെ ഉസ്താദ്, ദീർഘമായ 90-ലേറെ വർഷക്കാലം മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബിന്റെ റൗള ശരീഫിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ദർസ് നടത്തിയ മഹാനുഭാവൻ. ബഹുമാനപ്പെട്ടവര് അങ്ങനെ വന്നു അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ വന്നു ചോദിച്ചു, യാ അബാ അബ്ദില്ലാ അസ്അലുക അൻ മസ്അലത്തിൻ അജ്അലുക ഹുജ്ജതൻ ഫീമാ ബൈനി വബൈന അല്ലാഹി അസ്സ വജൽ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ആ കാര്യത്തിന്റെ മറുപടി നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം. നിങ്ങൾ പറഞ്ഞു തരുന്ന മറുപടി എനിക്കും നിങ്ങൾക്കുമിടയിൽ ഞാൻ തെളിവാക്കി വെക്കും. നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കുമിടയിൽ ഞാൻ തെളിവാക്കി വെക്കും. ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് സൽ, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിങ്ങൾ ചോദിച്ചാലും. അപ്പൊ പറഞ്ഞു മൻ അഹ്ലുസുന്ന, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇക്കാലഘട്ടത്തിലാണ് ഒരു സാധാരണക്കാരൻ വന്നുകൊണ്ട് ഇമാം മാലിക് തങ്ങളോട് ചോദിക്കുന്നത്, ആരാണ് അഹ്ലുസുന്നത്ത്, അവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലദീന ലൈസ ലഹും ലഖബൻ യുഅറഫൂന ബിഹി ലാ ജഹ്മി വലാ ഖദരി വലാ റാഫിളി. എന്റെ സഹോദരന്മാർ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അഹ്ലുസുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഒരു വിഭാഗം ആളുകളാണ്. ലൈസ ലഹും ലഖബൻ യുഅറഫൂന ബിഹി, അവർക്ക് അറിയപ്പെടുന്ന പ്രത്യേകം ഒരു പേരുണ്ടാവുകയില്ല. അഹ്ലുസുന്നത്തിന്റെ ആളുകൾ അറിയപ്പെടുന്ന പ്രത്യേകം ഒരു നാമമുണ്ടാവുകയില്ല. ലാ ജഹ്മി, ജഹ്മി എന്നവരെ പറയില്ല. വലാ ഖദരി, ഖദരിയാക്കളെന്ന് പറയില്ല. വലാ റാഫിളി, റാഫിളിയാക്കളെന്ന് പറയാതെ ഒരു പുതിയ പേരുകൊണ്ട് അറിയപ്പെടാത്ത ആളുകളാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ സാധാരണക്കാർ മനസ്സിലാക്കണം, നമുക്കെതിരെ ഇവിടെ വന്ന ആളുകൾ വഹാബിയാക്കൾ എന്നാണ് നാം പറയുന്നത്. പുതിയ പേരുകൊണ്ട് അറിയപ്പെടുന്നവരാണവർ. സലഫിയാക്കൾ എന്ന് പറയുന്നവരെ കുറിച്ച് അവർ തന്നെ ഇങ്ങനെ പുതിയ പേരുകൊണ്ട് അറിയപ്പെടാത്ത ആളുകളാണ്. ഇവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്ന രണ്ടാമത്തെ വിഷയം. ഇനി നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ വിഷയം, അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വഹാബിയത്തിന്റെ ആഗമന കാലത്തും അതിന്റെ സമകാലികരായി ജീവിച്ചിരുന്ന മഹാന്മാരായ ഇമാമുകൾ അവരെ കുറിച്ച് എന്തു പറഞ്ഞു? ഇതും കൂടി തീരലോടുകൂടെ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന എന്ന് നമ്മുടെ സ്വാഗത പ്രസംഗകൻ ഉസ്താദ് ഓതിയതായ ആയത്ത്, മോശമായ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് അത് വളരെ നല്ല കാര്യങ്ങളായി മനസ്സിന് തോന്നിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഫുസ്സിലത്തിൽ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ സ്വാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹാദിഹിൽ ആയത്തു നസലത്ത് ബിൽ ഖവാരിജ്, വരാനിരിക്കുന്ന ഖവാരിജിയാക്കളിലേക്ക് സൂചനയായി കൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത്.
അല്ലദീന യുഹർരിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന. ആരാണ് ഖവാരിജിയാക്കൾ? ഞാൻ പറഞ്ഞില്ലേ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം ചെയ്ത ജനവിഭാഗം, അവർക്കെതിരെയാണ് ഈ ആയത്തിറങ്ങിയത്. ആരാണ് അവര്? യുഹർരിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന. അല്ലാഹുവിന്റെ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെയും വ്യാഖ്യാനങ്ങളെ അട്ടിമറിക്കുന്നവരാണവർ. വയസ്തഹില്ലൂന ബിദാലിക. ഖുർആനും ഹദീസും പിടിച്ചുകൊണ്ട് അവർ ഹലാലാക്കും ദിമാ അൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളായ ആളുകളുടെ രക്തത്തെ. മുസ്ലിമീങ്ങളെ കൊല്ലാമെന്നവർ പ്രഖ്യാപിക്കും. വ അംവാലഹും, അവരുടെ മുതലുകൾ കൊള്ളയടിക്കാമെന്നവർ പറയും. ലിമാ ഹുവ മുശാഹദുൻ അൽ ആന ഫീ നദാഇരിഹിം. അങ്ങനെ ഖവാരിജിയാക്കളെ പോലെയുള്ള ഒരു വിഭാഗത്തെ ഇന്ന് നാം കാണുന്നത് വഹും ഫിർഖത്തും ബി അർളിൽ ഹിജാസി, ഹിജാസിന്റെ ഭൂമിയിലുള്ള ഒരു വിഭാഗം ആളുകളാണ്. യുഖാലു ലഹുമുൽ വഹാബിയ, അവർക്ക് വഹാബിയ എന്നാണ് പറയപ്പെടുക. യഹ്സബൂന, വഹാബികളായ ആളുകൾ വിചാരിക്കുന്നു അന്നഹും അലാ ഷൈ, അവർ വലിയ വിഷയത്തിന്റെ മേലിലാണെന്നും. അലാ, അല്ലാമാ സാബിർ റളിയല്ലാഹു തആല അൻഹു ഇന്നത്തെ അവസ്ഥയിൽ ഒരു 200 കൊല്ലം മുമ്പ് ജീവിച്ച മഹാനുഭാവനാണ്. 200 കൊല്ലം മുമ്പ്. അന്നിവിടെ സമസ്തയില്ലല്ലോ, രണ്ട് വിഭാഗവുമില്ലല്ലോ, സംസ്ഥാനമില്ലല്ലോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു സംഘടനയില്ലാത്ത കാലഘട്ടമല്ലേ. പക്ഷപാതിത്വങ്ങളോ സംഘടനാപരമായ ഭിന്നിപ്പുകളോ ഇല്ലാത്ത 200 കൊല്ലങ്ങൾക്ക് മുമ്പ് സാവി എന്ന് പറയുന്ന ഈജിപ്തുകാരനായ ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു, അവര് വഹാബികൾ എന്ന് പറയുന്ന ആളാണ്. അവര് വിചാരിക്കുന്നത് വലിയ ആളുകളാണെന്നാണ്. അലാ അറിയണേ, ഇന്നഹും ഹുമുൽ കാദിബൂൻ, അവര് കള്ളന്മാരായ ആളുകളാണ്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാനു, പിശാച് അവരുടെ മേലിൽ അധികാരം നടത്തിയിരിക്കുന്നു. പിശാചിന്റെ അധികാരം അവർ ഏറ്റെടുത്തിരിക്കുന്നു. ഫഅൻസാഹും ദിക്റല്ലാഹ്, അക്കാരണം കൊണ്ട് അള്ളാഹുവിന്റെ സ്മരണ അവർ മറന്നുപോയിരിക്കുന്നു. ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ, വഹാബിയാക്കളെ കുറിച്ചുകൊണ്ട് അല്ലാമാ സാവി തങ്ങളും 200 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുന്നു, അവർ പിശാചിന്റെ പാർട്ടിയാണ് കേട്ടോ. അലാ അറിയണേ, ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ, പിശാചിന്റെ പാർട്ടിക്കാർ പരാജിതരാണ്. നസ്അലുല്ലാഹൽ കരീം, ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ തേടുന്നു, അയ്യഖ്തഅ ദാബിറഹും, ഈ വഹാബികളായ ആളുകളെ മുരടെ നശിപ്പിക്കാൻ, ഉന്മൂലനം ചെയ്യാൻ അള്ളാഹുവിനോട് ഞാൻ തേടുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ വ്യാഖ്യാനത്തിന് ഈ ആയത്തിന്റെ വ്യാഖ്യാനം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കന്മാരും പറഞ്ഞു, ഈ വഹാബികളായ ആളുകള് കള്ളന്മാരായ ആളുകളാണ്, അവര് വിചാരിക്കുന്നത് വലിയ വർത്താനം പറയുമെന്നാണ്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട അല്ലാമാ ശർവാനി റളിയല്ലാഹു തആല അൻഹു, തുഹ്ഫയുടെ പ്രമുഖമായ വ്യാഖ്യാതാക്കളിൽ ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബാണല്ലോ തുഹ്ഫ. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബിന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു വ്യാഖ്യാനം എഴുതിയതാണ്. ഈ തുഹ്ഫന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഷർവാനി എന്ന് പറയുന്ന കിതാബ്. അതിൽ എഴുതി യുഖദു മിൻഹു, മുമ്പ് കാഫിരീങ്ങൾക്ക് ഖുർആൻ കൊടുക്കുന്ന വിഷയമാണ് പറഞ്ഞത്. ആ വിഷയം കാഫിരീങ്ങൾക്ക് ഖുർആൻ കൊടുക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. അന്നഹു യഹ്റുമു തംലീകു മാ ഫീഹി ആസാറുസ് സ്വഹാബ, അന്നഹു നിശ്ചയമായിട്ടും കാര്യം യഹ്റുമു ഹറാമാകും, തംലീകുമാ ഒന്നിനെ ഉടമപ്പെടുത്തി കൊടുക്കൽ, ഫീഹി ആ ഒന്നിലുണ്ട് ആസാറുസ് സ്വഹാബത്തി സ്വഹാബത്തിന്റെ ചരിത്രമുണ്ട്, അവിൽ അഇമ്മത്തിൽ അർബഅ നാലായ മഹാന്മാരായ ഇമാമുകളുടെ ചരിത്രമുണ്ട്, ഔ ഗൈരിഹിം ഇമാമുകളല്ലാത്തവരുടെ ചരിത്രവുമുണ്ട്, മിനൽ ഫുഖഹാ മഹാന്മാരായ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഉലമാക്കളുടെ, വസ്സൂഫിയീന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ചരിത്രമുള്ള കിതാബുകൾ ഉടമപ്പെടുത്തി കൊടുക്കാൻ പാടില്ല, മിനൽ മുബ്തദിഈന മുബ്തദിഈങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹാന്മാരായ ഇമാമുകളുടെ സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്ന ഔലിയാഇന്റെ ചരിത്രം പറയുന്ന കിതാബുകളൊന്നും മുബ്തദിഈങ്ങളായ ആളുകൾ കൊടുക്കാൻ പാടില്ല. ആരാണ് മുബ്തദി? ബഹുമാനപ്പെട്ട അല്ലാമാ ശർവാനി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കർറവാഫിളി, റാഫിളിയാക്കളെ പോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഹബ്ബുകാരാണെന്ന് പറഞ്ഞ് തോന്നിവാസം പറഞ്ഞുണ്ടാക്കിയ ശിഅ എന്ന് പറയുന്ന വിഭാഗത്തെ പോലെ, വൽ വഹാബീന വഹാബിയാക്കളായ ആളുകളെ പോലെ അല്ലാമാ ശർവാനി തങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. അക്കാലത്ത് ജീവിച്ച മക്കയിലെ മുഫ്തിയായ സൈനി ദഹ്ലാൻ ധാരാളം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി തെറ്റിദ്ധരിച്ചതാവാം. അവര് ആ വിഷയത്തിൽ നിന്ന് പിന്മാറണമെന്നും മഹാന്മാരായ സ്വഹാബത്തിനെതിരെ ശിർക്ക് അതേ ആരോപണത്തിന്റെ ഭാഗം മാത്രമായിട്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ ശിർക്ക് ആരോപിക്കുന്നത് എന്ന് ഇവിടെ ഏതെങ്കിലും എന്റെ വഹാബി സുഹൃത്തുക്കൾ അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്,
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعلى آله وصحبه الفائزين برضا الله. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, കാരണവന്മാരെ, യുവാക്കളെ, ഉമ്മവങ്ങന്മാരെ, ഈ മഹത്തായ ഈ പരിപാടി ഇവിടെ നമ്മൾ കാലേ കൂട്ടി നിശ്ചയിച്ചത് അല്ല. പെട്ടെന്നിൽ ഉണ്ടായ ഒരു പരിപാടിയാണ്. എവിടുന്നോ ഒരു പിരാന്ത് പിടിച്ച ഒരാള് ഇവിടെ ഓതിയുന്ന ആളാണ്, ഇവിടുത്തെ വിദ്യാർത്ഥിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് സുന്നത്ത് ജമാഅത്തിനെയും സുന്നികളെയും മുമ്പ് മരിച്ചുപോയതായിരിക്കുന്ന ഉലമാക്കളെയും മുഴുവനും കാഫിറും മുശ്രിക്കും മുർത്തദും ആക്കിക്കൊണ്ട് ഒരു ചങ്ങായി ഇവിടെ വന്നു. ആ പിരാന്ത് പിടിച്ചതായിരിക്കുന്ന ഓനോട് നമ്മൾ നേരിടുക അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ഇവിടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു പ്രസ്ഥാനം മുമ്പ് നടക്കാത്ത ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പയമള്ളൂർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ആളുകൾ നിലനിർത്തി പോന്നതായിരിക്കുന്ന നാടാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം ഇവിടെ മുമ്പ് ഇല്ലാത്തതാണ്. നമ്മൾ അവരെ എങ്ങനെ നേരിടണം എന്ന് ഈ മഹല്ല അടിസ്ഥാനത്തിൽ കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണ്. ഇത് അവരോട് നമ്മൾ ഏകോപനമായും കൊണ്ട് അവരോട് നേരിടുക. എന്തുകൊണ്ട് ഇത് ഈ ചിക്കൻ ഗുനിയ ഈ ലങ്കിപ്പനി അവരോട് അടുത്തിട്ടുണ്ടെങ്കിൽ, അവർ നമ്മളെ നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളിൽ അത് പകരും. അപ്പോ ആ പകരുന്നതിന് ഉള്ള ഒരു മാർഗം നമ്മൾ കണ്ടുവെക്കണം എന്ന് ഞങ്ങൾ കൂടി തീരുമാനിച്ചതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു പരിപാടി നിശ്ചയിച്ചത്. പക്ഷേ ഈ ചിക്കൻ ഗുനിയ ഇവിടെ പകർന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവരെയായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ഇവരെ ആ വിഷം നമ്മളിലേക്ക് കയറും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ അതിന് ഉദാഹരണം തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണോ, കമാ യതജാറൽ കലബ്, നായ് വിഷം പേപ്പട്ടി കടിച്ച് വിഷം ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഏതെല്ലാം ഈ രോമക്കുത്ത് വരേക്കും ഏൽക്കുന്നത് പോലെ ഇവരുടെ വിഷം ഏൽക്കുന്നതാണ് എന്നാണ് ഇവരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ അവരേറ്റ് ഒരു ബന്ധം നമ്മൾ അവരേറ്റ് നേരിട്ടിൽ നമ്മൾ നിർബന്ധമായി കഴിഞ്ഞു. അതല്ലെങ്കിൽ നമ്മളുടെ ഈ നാട്ടിന്റെ ഈ ഭദ്രതയും ഈ ഇസ്ലാമിയത്തും പഴയ ഇസ്ലാമിയത്തും നമ്മളെ നാട്ടിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് അങ്ങനെ നമ്മളായാൽ പോരാ. ഈ തലമുറക്കും ഈ കമ്മിറ്റിക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് അവരോട് നേരിടുക എന്നുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ ഒരു പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒന്നും പറയില്ല. നമ്മുടെ അലവി സഖാബി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും അവർക്ക് വല്ല കാര്യങ്ങളും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ സദസ്സിൽ വന്ന് അവർ ചോദിച്ചോട്ടെ. അവർക്ക് വല്ല കാര്യങ്ങളും ഇസ്ലാമിനെ പറ്റി വല്ല കാര്യങ്ങളും ചോദിക്കണം എന്നുണ്ടെങ്കിൽ മഹാനവറുകളുണ്ട്, അതുപോലെ വേറെയും പണ്ഡിതന്മാരുണ്ട്. അവർ ചോദിച്ചോട്ടെ, അതിന് നമ്മൾ മറുപടി കൊടുക്കാം. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇവിടെയും ഈ മൻസബലും കാര്യം കുത്തുങ്ങാണ്ട് കാലും പണിച്ചുകൊണ്ട് ഈ കൊക്കോ പറഞ്ഞാല് പിന്നെ അതിന് വരാൻ പോകുന്നെന്താ, പിന്നെ നമ്മൾ അതിന് മുണ്ട് കാറ്റി ഇറങ്ങല്ലാതെ അതിന് പിന്നെ യാതൊരു മാർഗവും ഇല്ല.
ഞാൻ അതൊന്നും പറയുന്നില്ല. ഏതായാലും പിന്നെ ഒരു കാര്യം, ഇവിടെ ഉള്ള യുവാക്കള് 15 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരേക്കുള്ളതായിരിക്കുന്ന യുവാക്കൾ ഇവിടെ നമ്മളെ ഉസ്താദുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്താണ്, സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ സമയത്തിൽ നിന്ന് 1 മണിക്കൂറോ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഇവിടെ വന്നാൽ ഉസ്താദിന്റെ സമയം ഊബര് ഒഴിവാക്കിയിട്ട് നിങ്ങളെ സമയം എടുത്തിട്ട് സുന്നത്ത് ജമാഅത്ത് ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇങ്ങനെ പഠിച്ചാൽ എന്ത് കിട്ടും? ഇപ്പൊ ഉള്ള ഈ തലമുറ ഉണ്ടല്ലോ, ഈ തലമുറ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരാൻ പോകുന്നുള്ള ഈ പറഞ്ഞതായിരിക്കുന്ന ആൾക്കാരാ. അപ്പോ മരിച്ചുപോയ ബാപ്പയും ബാപ്പാന്റെ ബാപ്പയും എല്ലാരും മുസ്ലിക്കും മുർത്തത്തും ഒക്കെ ആയിക്കൊണ്ടൊക്കെ കാരണം. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഒന്നും പറയുന്നില്ല നമ്മുടെ. അപ്പൊ അത് നിങ്ങൾ സറദിന്ന് വിടരുതേ എന്ന് ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നു. പിന്നെ ഇനി ഞാൻ സമയം പറയുന്നില്ല. നമ്മുടെ മുമ്പാകെ കൊണ്ട് സംസാരിക്കാനുള്ളത് അലബി സക്കാഫി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم: أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله. صدق رسول الله. يا سيدي يا رسول الله يا أملي يا من ألوذ به إن زلت القدم أشكو إليك ذنوبا أنت تعلمها إن لم تكن مدركي حفت بي النقم. يعلم أمة سيدنا مولانا محمد. ആദരണീയരായ അധ്യക്ഷൻ NT യൂസുഫ് ഹാജി അവറുകളെ, ഈ മഹലിന്റെ ഖാദി കൂടിയായ
ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് ഫൈളി, അതുപോലെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അബ്ദുൽ അസീസ് ഫൈളി, മറ്റു വേദിയിലും സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, കാരണവന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പാരമ്പര്യമായി ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ഈ മഹല്ലിൽ വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആശയങ്ങൾ വിശദീകരിക്കാനും അത് ഗ്രഹിക്കാനും വേണ്ടി ഇവിടെ സംഗമിച്ചെത്തിയിട്ടുള്ള നമ്മുടെ ഈ മഹത്തായ സംരംഭം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മഹത്തായ വിജ്ഞാന പരിപാടി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഉപകാരം ചെയ്യുമാറാവട്ടെ. ഇത് മുഖേന സത്യം മനസ്സിലാക്കുന്ന നല്ലവരായ ആളുകളിൽ തെറ്റിദ്ധരിച്ചവരെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, വേണ്ടപ്പെട്ടവർ, കടപ്പാടുള്ളവർ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. വിഷമങ്ങളെ അല്ലാഹു അകറ്റിത്തരുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും പ്രത്യേകിച്ച് ഈ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളെയും അല്ലാഹു നാളെ ജന്നാത്തുൻ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഇങ്ങനെ ഒരു പരിപാടിയുടെ പശ്ചാത്തലവും സാഹചര്യവുമൊക്കെ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ സംശയങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് തുറന്നു ചോദിക്കാനുള്ള വേദി സജ്ജീകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ഞങ്ങൾ നടത്തുന്നത്. ഇവിടെ കഴിഞ്ഞ ഒരു പരിപാടിയുടെ വിശദാംശം അറിയാൻ കഴിഞ്ഞപ്പോൾ ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം പ്രവർത്തകന്മാരെ എനിക്ക് കേൾപ്പിച്ചു തന്നു. അപ്പൊ അതിൽ ഒരു സംശയം ചോദിക്കാൻ വന്ന ആളോട് പറയുന്നത്, സംശയത്തിനൊന്നും ഞാൻ ഇവിടെ മറുപടി പറയുന്നില്ല, അതിനൊക്കെ എന്റെ പ്രസംഗത്തിന്റെ കുറെ സീഡികളുണ്ട്, ആ സീഡികൾ നിങ്ങൾ കേട്ടോളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ തൗഫീഖ് കൊണ്ട് സംശയത്തിന് സീഡി കേൾക്കാനുള്ള വർത്തമാനമല്ല പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് തന്നെ അതിന് മറുപടി പറയുന്നതാണ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സത്യം ഉൾക്കൊള്ളുവാനുമുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, നമ്മുടെയൊക്കെ തന്നെയും അഭിപ്രായവും എന്താണ്, ഈ ലോകത്ത് വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ച് നാം ജീവിക്കുന്നതും നമ്മൾ ഇവിടെ ത്യാഗം ചെയ്യുന്നതും ഇബാദത്ത് എടുക്കുന്നതും ഒക്കെ നമുക്കറിയാം സ്വർഗം ലഭ്യമാകണം എന്ന് കരുതിയിട്ടാണ്. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആ സ്വർഗം ലഭ്യമാവുക എന്ന മഹത്തായ അനുഗ്രഹം അതാർക്കാണ് അള്ളാഹു നൽകിയിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. എന്താണത്? വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വിശ്വസിക്കുകയും സ്വാലിഹായ കർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ വർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിന്റെ വാഹകർ, അവർക്കാണ് സ്വർഗമുള്ളത്. ആ സ്വർഗത്തിൽ അവർ ശാശ്വതമായി കഴിയുന്നവരാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ വിശ്വസിക്കുകയും അതുപോലെ നല്ല കർമ്മങ്ങൾ അമലു സ്വാലിഹാത്ത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വർഗം ലഭ്യമാകുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. അപ്പൊ വിശ്വാസികളായ മുസ്ലിങ്ങളായ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മൾ ഉൾക്കൊണ്ട വിശ്വാസങ്ങൾ, അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള വിശ്വാസമായിരിക്കണം.
അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലുള്ള വിശ്വാസവും ആചാരവും കർമ്മങ്ങളുമായിരിക്കണം. ആ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബികളെയും താബികളും അവിടെ നിങ്ങോട്ടുള്ള മഹത്തായ പാരമ്പര്യം അതനുസരിച്ചുള്ള വിശ്വാസമായിരിക്കണം, കർമ്മങ്ങളായിരിക്കണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്തതുകൊണ്ട്, എങ്ങനെയെങ്കിലും അങ്ങ് നിസ്കരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങ് വിശ്വസിച്ചത് കൊണ്ടൊന്നും നമുക്ക് സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയില്ല. പിന്നെയോ സ്വർഗത്തിലെത്തിപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് അത് പൂർവീകർ പഠിപ്പിച്ചതുപോലെയായിരിക്കണം, എങ്കിലേ സ്വർഗത്തിലെത്തുകയുള്ളൂ. സ്വർഗക്കാരെ കുറിച്ച് ഖുർആൻ പറയുന്നതും അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലെത്തുന്ന ആളുകൾക്കുള്ള സവിശേഷത ഖുർആൻ പഠിപ്പിക്കുകയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുഹാജിറുകളും അൻസ്വാറുകളുമാകുന്ന സ്വഹാബികൾ, അതായത് ഇസ്ലാമിലേക്ക് ആദ്യം എത്തിയിട്ടുള്ള ആളുകൾ അവരാണല്ലോ. അങ്ങനെയുള്ള ഈ സ്വഹാബികൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാന് കൊണ്ട്, നന്മ കൊണ്ട് അവരെ പിൻപറ്റിയിട്ടുള്ള ആളുകളും, അതായത് ആ സ്വഹാബികൾ പ്രവർത്തിച്ച, അവർ ചെയ്ത കാര്യങ്ങൾ, അവർ പഠിപ്പിച്ച ആശയങ്ങൾ, അവർ ഉൾക്കൊണ്ട വിശ്വാസങ്ങൾ, അത് പിൻപറ്റി ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ. സഹോദരന്മാരെ, ഖുർആൻ പറയുന്നത് എന്താണ്? അവരെ കുറിച്ച് അള്ളാഹു പറയുന്നു, വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. അള്ളാഹു അവർക്കാണ് സ്വർഗം തയ്യാർ ചെയ്തിട്ടുള്ളത്. ആ സ്വർഗത്തിന്റെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്വർഗം തയ്യാർ ചെയ്തിട്ടുള്ളത് ഈ വിഭാഗത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ സ്വർഗമുള്ളത് ആർക്കാണ്? സ്വഹാബികൾ, അവരെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് സ്വർഗമുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സ്വർഗത്തിന്റെ ആളുകൾ അവരാണെന്ന് പഠിപ്പിക്കുന്ന അതേ ഖുർആൻ തന്നെ നരകത്തിലേക്ക് എത്തുന്ന രണ്ട് കാരണങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരായത്ത് നമുക്ക് കാണാം. നരകത്തിൽ എത്തിപ്പെടുന്ന കാരണങ്ങൾ വിശദീകരിക്കുകയാണ്. രണ്ടു കാരണങ്ങളാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നു, സൂറത്തുൻ നിസാ എടുത്ത് പരിശോധിച്ചാൽ കാണാം, വമൻ യുശാഖിഖിർ റസൂല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, റസൂല് പ്രവർത്തിച്ചതിനെതിരിൽ, റസൂലിനെതിരിൽ ആര് തിരിഞ്ഞാലും, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വെളിപ്പെട്ട ശേഷം റസൂല് പറഞ്ഞതിന്, ചെയ്തതിന്, അംഗീകരിച്ചതിന് എതിരിൽ ആര് ചെയ്തോ അവർ നരകത്തിലാകുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഉദാഹരണം പറയുക, ഒരു ദിവസം 5 വക്ത് നിസ്കാരമാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അങ്ങനെയാണ്. ആ റസൂല് പഠിപ്പിച്ചതിനെതിരിൽ ഒരാൾ പറഞ്ഞു, ഒരു ദിവസം 5 വക്ത് നിസ്കാരമില്ല, 3 വക്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പോകും. ഇങ്ങനെ റസൂല് പറഞ്ഞതിനെതിരിൽ, ചെയ്തതിനെതിരിൽ, അംഗീകാരം നൽകിയതിനെതിരിൽ പ്രവർത്തിച്ചാൽ അവൻ നരകത്തിലേക്ക് പോകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. നോക്കൂ നിങ്ങൾ, മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ നിലനിന്നു വന്ന ഒരു മാർഗമുണ്ട്. വിശ്വാസികളായ ആളുകൾ നിലനിന്നു വന്ന ഒരു മഹത്തായ പാരമ്പര്യവും മാർഗവും ഒരു വഴിയുമുണ്ട്. ആ വഴിയെ കൈയൊഴിച്ചുകൊണ്ട് അതല്ലാത്ത മറ്റൊരു മാർഗം ആര് സ്വീകരിക്കുന്നുവോ, ആര് സ്വീകരിച്ചാലും ഖുർആൻ പറയുന്നു, നുവല്ലിഹി മാ തവല്ല, അവനാ ചെയ്യുന്ന ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ അവനെ കൊണ്ട് നമ്മൾ വഹിപ്പിക്കും. എന്നിട്ടോ വനുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, നരകം വളരെ മോശമായ സങ്കേതമാകുന്നു. സഹോദരന്മാര് ചിന്തിക്കണം, ഇവിടെ ഇപ്പൊ നരകത്തിലെത്താനുള്ള കാരണം എന്താ? അള്ളാഹു പറയുന്നത് ഈ ആയത്തിൽ 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, റസൂലിനെതിരിൽ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തത്, മുഅ്മിനീങ്ങളായ ആളുകൾ അനുവർത്തിച്ചു വന്ന ആശയങ്ങളും മാർഗങ്ങളും ഏതോ, പാത ഏതോ, അതിനെ കൈയൊഴിച്ച് പുതിയ ഒരു മാർഗം അവലംബിക്കുന്നു. ഈ 2 കാര്യം ചെയ്താലും നരകത്തിൽ പോകുമെന്ന്
അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പൊ പൂർവീകരായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, അതേ സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, മദ്ഹബിന്റെ ഇമാമുകൾ തുടങ്ങി പൂർവീകരായ ആളുകൾ കാണിച്ചു തന്നിട്ടുള്ള മാർഗങ്ങൾ, ആ മാർഗം ഒരാൾ കൈയൊഴിച്ച്, ആ ആശയം ഒരാൾ കൈയൊഴിച്ച്, ആ വിശ്വാസം വലിച്ചെറിഞ്ഞ് പുതിയ ഒരാശയം സ്വീകരിച്ചാൽ, പുതിയൊരു മാർഗം സ്വീകരിച്ചാൽ, പുതിയൊരു ആശയത്തെ ആരെങ്കിലും ഉൾക്കൊണ്ടാൽ നരകത്തിലേക്ക് പോകുമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നരകത്തിലേക്ക് എത്തുന്ന വളരെ അതിഭീകരമായ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഈ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതെല്ലാം കൂടി പറയുകയല്ല, ഓതുകയല്ല. എന്ത്? പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച, താബിഉകൾ പഠിപ്പിച്ച, തബഉ താബിഉകൾ, ആ പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാം അത് ഉൾക്കൊള്ളണം. അതിനെയൊക്കെ തട്ടി മാറ്റി പുതിയ ഒരു ഗവേഷണം നടത്തി ഇസ്ലാം എന്ന പേരിൽ ചിലത് ആരെങ്കിലും പുതുതായി ഉടലെടുത്താൽ അത് ഇസ്ലാമാവുകയില്ല, അത് സ്വർഗത്തിലേക്ക് എത്തുകയില്ല. ഈ മുഅ്മിനീങ്ങൾ നിലനിന്നു വന്ന മാർഗം എന്ന് പറഞ്ഞല്ലോ, ഈ മാർഗമാണ് സഹോദരന്മാരെ വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഇസ്ലാം. അതിന്റെ മറ്റൊരു പേരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് നമ്മൾ പറയും. അതായത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വാക്താക്കൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഈ പറഞ്ഞ പൂർവീകർ പഠിപ്പിച്ച നബിതങ്ങളും സ്വഹാബികളും താബിഉകളും അതുപോലെ തബഉ താബിഉകളും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇമാമുകളും അവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അതേ ആശയം, ആ മാർഗം, അതിനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അത് മാത്രമേ സ്വർഗമുട്ടിലേക്ക് എത്തുന്ന പ്രസ്ഥാനമുള്ളൂ, അത് മാത്രമേ ശരിയായ ഇസ്ലാമുള്ളൂ, അത് മാത്രമേ യഥാർത്ഥ ദീനുള്ളൂ എന്ന കാര്യം നമ്മളൊക്കെ അടിയുറച്ച് വിശ്വസിക്കണം. അതല്ലാത്തതൊന്നും യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് എത്തുന്ന ഇസ്ലാം അല്ലേ അല്ല, ആരും അതിൽ സംശയിക്കണ്ട. കാരണം അള്ളാഹുവിന്റെ റസൂല് തന്നെ പഠിപ്പിച്ചത് എന്താ? സതഫ്തരിഖു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് അത് ഛിന്ന ഭിന്നമാകും, അലാ 73 ഫിർഖ, 73 ഗ്രൂപ്പായി തീരും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗമൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ നരകത്തിലാണ്, ഒരു വിഭാഗമേ സ്വർഗത്തിലുള്ളൂ എന്നാണ്. ആ 72 വിഭാഗവും നരകത്തിൽ പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ആ പോകുന്നവരാരാ? ഇന്ന ഉമ്മത്തി എന്നാ റസൂല് പറഞ്ഞത്. എന്റെ ഉമ്മത്ത്, അതായത് ഖുർആന്റെ ആളുകളാണ് ഞങ്ങള്, സുന്നത്തിന്റെ ആളുകളാണ് ഞങ്ങൾ, തൗഹീദാണ് ഉൾക്കൊള്ളുന്നത്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, ഖുർആനിലേക്ക് എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെയായിരിക്കും അവർ. പക്ഷേ കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകത്തിലാകുന്നു. ഇത് റസൂല് പഠിപ്പിച്ചതാണ്. അപ്പൊ ആരെങ്കിലും ഖുർആൻ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതൊരു ഇസ്ലാമിക പ്രസ്ഥാനമായി ധരിക്കേണ്ടതില്ല സഹോദരന്മാരെ. അത് സ്വർഗത്തിലേക്ക് എത്തുന്ന യഥാർത്ഥ വഴിയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ പറയുന്നതല്ല, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മെ പഠിപ്പിച്ചു. ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഈൻ, മുബ്തദിയായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? പൂർവീകർ, സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഉകൾ, അതുപോലെ ഇമാമുകൾ, അവരെ പിൻപറ്റി ജീവിക്കുന്നവർ, അവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയാ. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായി പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയുടെ സ്വന്തം ഗ്രന്ഥമാണിത്. സംശയമുള്ള ആർക്ക് വേണമെങ്കിലും നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഞാൻ ഇവിടെ വളരെ പരസ്യമായിട്ടാണ് ഇവിടെ ഈ ഇബാറത്തുകൾ, രേഖകൾ കാണിക്കുന്നത്. ആർക്കും സംശയം തീർക്കാം. ഇബ്നു തൈമിയയുടെ സ്വന്തം ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ രേഖപ്പെടുത്തുന്നത് എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ നോക്കൂ, അദ്ദേഹം തന്നെ ഇതിൽ പറയുന്നത് ഹും അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹും സലഫുൽ ഉമ്മത്തി, ഈ സമുദായത്തിലെ പൂർവീകരാകുന്നു. കണ്ടോ? വ അഇമ്മത്തുഹാ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകളുമാകുന്നു. വമൻ തബിഅഹും ബിഇഹ്സാൻ,
അവരെ ഇഹ്സാന് കൊണ്ട് പിൻപറ്റിയിട്ടുള്ള ആളുകളുമാകുന്നു. നോക്കൂ നിങ്ങൾ. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ആരാ? ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ പൂർവീകർ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകൾ, അവരെ പിൻപറ്റി ജീവിക്കുന്നവർ, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി സ്വീകാര്യനായിട്ടുള്ള ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മുഅത്തുൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ആരാണ് ഈ ഇബ്നു തൈമിയ്യ എന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പറയുന്നില്ല, മുജാഹിദുകളുടെ വിചിന്തനം വാരികയാണിത്. ഇതിൽ പറയുന്നത് എന്താ? ഇബ്നു തൈമിയ്യ പറയുന്നത് ശരിയല്ല, അത് വിഷലിപ്തമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ വിഷലിപ്തമാണ് എന്നതിന് തുല്യമാണ്. മഅദല്ലാഹ്. അപ്പൊ ഇബ്നു തൈമിയ്യ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ ശരിയല്ല എന്നാണ്. അതുപോലെ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ശരിയല്ല എന്നതിന് സമാനമാണ്. സംശയമുള്ള മുജാഹിദുകൾ ഇവിടെ ചോദിക്കാൻ വന്നിരിക്കുന്ന ആളുകളുണ്ട്, അവർക്കും ചോദിക്കാം, അല്ലാത്തവർക്കും ചോദിക്കാം. എന്റെ കയ്യിൽ അവരുടെ രേഖ എടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇബ്നു തൈമിയ്യ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആൻ ശരിയല്ല എന്നതിന് സമാനമാണ് എന്ന് മുജാഹിദുകൾ എഴുതിവിട്ട വിചിന്തനമാണ് എന്റെ വലത്തെ കയ്യിൽ. ആ ഇബ്നു തൈമിയ്യയുടെ സ്വന്തം ഗ്രന്ഥമാണ് എന്റെ ഇടത്തെ കയ്യിൽ. ഇതിൽ പറയുന്നത് എന്താ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹും സലഫുൽ ഉമ്മത്തി വഅഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഈ സമുദായത്തിലുള്ള പൂർവീകർ, ഈ സമുദായത്തിലുള്ള ഇമാമുകൾ, അവരെ പിൻപറ്റി ജീവിക്കുന്നവരാരോ അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ഇനി എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഈർഷ്യതയില്ലാതെ നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തൂ. ഈ പറഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നമ്മുടെ രാജ്യത്തെ മുജാഹിദ് ഉൾപ്പെടുമോ? ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുമോ? തബ്ലീഗ് ജമാഅത്ത് ഉൾപ്പെടുമോ? ഖാദിയാനി ഉൾപ്പെടുമോ? ചേകന്നൂർ ഉൾപ്പെടുമോ? നിങ്ങൾ ചിന്തിച്ചോളൂ, ഞാൻ പറയേണ്ടതില്ലല്ലോ. പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത്. അത് ഇമാമുകളും പൂർവീകരും അവരെ പിൻപറ്റി ജീവിക്കുന്നവരും പഠിപ്പിച്ച ആശയമാണ്. ഈ ആശയമാണ് ഇസ്ലാം അഹ്ലുസുന്ന എന്ന് പറയുകയാണെങ്കിൽ പിന്നെ മുജാഹിദ് ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? മുജാഹിദ് ഉണ്ടാക്കിയതിന് എന്തിനാ? ഈ പൂർവീകർ പഠിപ്പിച്ച ആശയം ഇല്ലാതെയാക്കാനാണല്ലോ. നിങ്ങൾക്കറിയില്ലേ സഹോദരന്മാരെ, ഏത് വിഷയം എടുത്ത് പരിശോധിച്ചോളൂ, ആ വിഷയത്തിലൊക്കെ സുന്നികളും മുജാഹിദുകളും തർക്കമുള്ള വിഷയങ്ങൾ ഏതെടുത്തോളൂ, ഏതെടുത്താലും നമുക്ക് കാണാം പൂർവീകരും ഇമാമുകളൊക്കെ പഠിപ്പിച്ചത് എന്താണ്? ആ ആശയം സുന്നികളോട് കൂടെയാണ്. അതിനെതിരിലാണ് മുജാഹിദ് ഉള്ളത്, ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമുഅയുടെ ഖുതുബ, ആ ഖുതുബ ലോകത്തെല്ലായിടത്തും അറബി ഭാഷയിലാണ്. നമുക്കറിയാം, സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ എല്ലാവരും അറബി ഭാഷയിലാണ് നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സംശയമില്ലല്ലോ. 1300 കൊല്ലക്കാലം കേരളത്തിൽ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. ഇത് ഞാൻ പറയല്ല, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച വ്യക്തിയാണ് കെ.എം. മൗലവി. കെ.എം. മൗലവിയുടെ ഒരു ഫത്വയുണ്ട്, അൽ ഇർഷാദ് എന്ന് പറയുന്ന അറബി മലയാള മാസിക. ആ അറബി മലയാള മാസികയിൽ അതിന്റെ ഫത്വ കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് ജുമുഅ ഖുതുബ എന്ന പേരിൽ അവര് ചെറിയ തിരിമറികളോടെയാണെങ്കിലും വിവർത്തനം ചെയ്തിട്ടും ഉണ്ട്. എന്താണ് അതിൽ പറയുന്നത്? അദ്ദേഹം തന്നെ കെ.എം. മൗലവി തന്നെ പറഞ്ഞു, വലാകിൻ ഹാഹുനാ ശൈഉൻ ആഖർ. ഖുതുബ മലയാളത്തിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ ഫത്വയാണ്. പക്ഷെ മനസാക്ഷിക്കുത്ത് അനുഭവപ്പെട്ടതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സത്യം തുറന്നു പറഞ്ഞു. കെ.എം. മൗലവി എന്താ പറഞ്ഞത്? വലാകിൻ ഹാഹുനാ ശൈഉൻ ആഖർ. എങ്കിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യംബഗിൽ ഇൽതിഫാതു ഇലൈഹി, അതിലേക്ക് ശ്രദ്ധിക്കണം. വഹുവ അന്നാ ലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബത്തി വത്താബിഈന വതാബിഈഹിം കാനൂ ഫീ ബിലാദിൽ അജമി حينما يخطبون الخطب المشروعة يذكرون الطوابع بلغة أهل البلاد ويترجمون الأركان بها عقب ذكرها بالعربية. അദ്ദേഹം പറയുന്നു, എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? സ്വഹാബികൾ, താബിഉകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ, സൽവൃത്തരായ മുമ്പ് കഴിഞ്ഞു പോയ ഈ ആളുകൾ ആരും അനറബി നാടുകളിൽ, അനറബി എന്ന് പറഞ്ഞാൽ അറബി അല്ലാത്ത നാട്, നമ്മളെ നാട് പോലത്തെ നാട്, ഇവിടെ മതപരമായ പ്രസംഗങ്ങൾ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. തെറ്റാണ്. അൽ ഖുതുബ അൽ മശ്റൂഅത്ത എന്ന അറബിയുടെ അർത്ഥം അതല്ല, അതവർക്ക് തിരിയാത്തത് കൊണ്ടാണ്. അൽ ഖുതുബ അൽ മശ്റൂഅത്ത എന്ന് പറഞ്ഞാൽ മശ്റൂആയ ശരീഅത്ത് ശർഅാക്കപ്പെട്ട ഖുതുബ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഞാൻ അർത്ഥം വെക്കാം. ആ ശർഅാക്കപ്പെട്ട ഖുതുബകൾ നിർവഹിക്കുമ്പോൾ റുക്നുകൾ അറബിയിൽ പറഞ്ഞു വിവർത്തനം ചെയ്യുകയും
തുടർന്നുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയും ചെയ്തിരുന്നു എന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. ഒരൊറ്റ കിതാബിലും ഞാൻ കണ്ടിട്ടില്ല. എന്ത് സ്വഹാബികളോ താബിഉകളോ തബഉ താബിഉകളോ സൽവൃത്തരായ മുൻഗാമികളോ ഒരാളും ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ആരാത് പറയുന്നത്? കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച സ്ഥാപകൻ KM മൗലവി. അയാൾ അത്ര വിവരം ഏതായാലും ഒന്നുള്ള മൗലവിമാർക്കില്ല എന്ന് ഉറപ്പല്ലേ? അയാൾ പറയുന്നു, നമ്മൾ ഒരൊറ്റ കിതാബിനും, ഒരുപാട് കിതാബ് ഞാൻ പരതി, ഒരൊറ്റ കിതാബിനും കണ്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിൽ ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞ സലഫുൽ ഉമ്മത്തി വഅഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ, പൂർവീകർ സച്ചരിതരായ മുൻഗാമികൾ, അവരുടെ പാരമ്പര്യം ആരുടെ കൂടെയാണ്? അത് അഹ്ലുസുന്നത്തിന്റെ കൂടെയാണ്, മുജാഹിദുകളുടെ കൂടെയല്ല, ജമാഅത്തെ ഇസ്ലാമിയോട് കൂടെയല്ല. കാരണം അവരൊക്കെ ഖുതുബ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക, അല്ലെങ്കിൽ മലയാള പ്രസംഗം നടത്തുന്നവരാണ്. അത് ഖുതുബയല്ല. ഇനി നിങ്ങൾ നോക്ക്, ആ ഖുതുബക്ക് മുമ്പ് നിർവഹിക്കുന്ന 2 ബാങ്കുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ 2 ബാങ്കാണ് ഉള്ളത്. ഒന്ന് 12:31 ആയാൽ സമയമാകുന്ന നേരത്ത് കൊടുക്കുന്ന ബാങ്ക്, മറ്റൊന്ന് ഖത്തീബ് മിമ്പറിൽ കയറിയതിനു ശേഷമുള്ള ബാങ്ക്. എന്നാൽ മുജാഹിദ് പറയുന്നത് എന്താ? മുജാഹിദിന്റെ അബ്ദുസലാം സുല്ലമി എന്ന മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് എഴുതിയതും കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമായ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? അങ്ങനെ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലൊക്കെ വെച്ചു കൊടുക്കുന്ന ഈ 2 ബാങ്കുണ്ടല്ലോ, ഇത് അനാചാരമാകുന്നു എന്നാണ്. അനാചാരം എന്ന് പറഞ്ഞാൽ നരകത്തേക്ക് പോകണ പരിപാടിയും കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്ക് പോകുന്ന പരിപാടിയാകുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഈ 2 ബാങ്ക് എന്ന് പറയുന്നത് എന്ന് തുടങ്ങിയതാ? നമ്മൾ തുടങ്ങിയതാണോ? വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുന്നതിന് മുമ്പ് 2 ബാങ്ക് കൊടുക്കുക എന്ന പരിപാടി നമ്മൾ ആരംഭിച്ചതാണോ? അല്ലല്ലോ. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 916 നമ്പർ ഹദീസിൽ രേഖപ്പെടുത്തി വെക്കുന്നു. എന്താ പറയുന്നത്? റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിലും സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടത്തിലും ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിലും റളിയല്ലാഹു അൻഹും ഒരു ബാങ്കേ ഉണ്ടായിരുന്നുള്ളൂ. ഫലമ്മാ കാന ഫീ ഖിലാഫത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ വകസുറു, ജനങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ വരെ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അമറ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? ഒരു ബാങ്ക് കൂടി കൊടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ സൗറ എന്ന് പറയുന്ന ഉയരമുള്ള ഒരു ഭാഗത്ത് കയറി ബാങ്ക് കൊടുത്തു. സ്വഹീഹുൽ ബുഖാരി 916 നമ്പർ ഹദീസ്. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ മുജാഹിദിന്റെ നേതാവ് പറയുന്നതും KM പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമായ പുസ്തകം, ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊടുക്കുന്ന ബാങ്ക് അനാചാരമാണ്. അനാചാരം എന്ന് പറഞ്ഞാൽ നരകത്തേക്ക് പോകുന്നത്. അപ്പൊ ആരൊക്കെ നരകത്തിലേക്ക് പോവുക? ഇത് ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നരകത്തിലേക്ക് പോകൂലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മാത്രമല്ല, ആയിരക്കണക്കായ സ്വഹാബികൾ അത് അംഗീകരിച്ചില്ലേ? അവരും നരകത്തിലേക്ക് പോയില്ലേ? 10,000കണക്കായ താബിഉകളും തബഉ താബിഉകളും ഇത് അംഗീകരിച്ചില്ലേ, ചെയ്തില്ലേ? അവരും നരകത്തേക്ക് പോകൂലേ? ലക്ഷക്കണക്കായ ഇമാമുകളും പൂർവ്വസൂരികളായ മുസ്ലിമീങ്ങൾ മുഴുക്കയും ചെയ്തില്ലേ ഇത്? അവരൊക്കെ നരകത്തിലേക്ക് പോകൂലേ? മുജാഹിദ് പറയുന്നതനുസരിച്ച്. കഥയില്ലാത്ത വാദമല്ലേ? പോകട്ടെ, മുസ്ലിം ലോകത്ത് ഇന്നെങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെ. മുജാഹിദ് ജമാഅത്തിന്റെ പള്ളിയിൽ നിന്ന് ഒഴിവ്, അതിനെ ഒഴിച്ചു നിർത്തുന്നു. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ജുമാ നിസ്കരിക്കുമ്പോ എങ്ങോട്ടാ തിരിയാറുള്ളത്? മക്കത്തെ പള്ളിയിലാ. മക്കത്തെ പള്ളിയിൽ എത്ര ബാങ്കാ? 2 ബാങ്ക്. ജുമാന്റെ മുമ്പ് 2 ബാങ്ക്. നോക്കണം നിങ്ങൾ. മദീനത്തെ പള്ളിയിൽ എത്ര ബാങ്കാണ്? 2 ബാങ്ക്. സൗദി അറേബ്യയിൽ എത്ര ബാങ്കാണ്? 2 ബാങ്ക്. UAEയിൽ എത്ര ബാങ്കാ? 2 ബാങ്ക്. ജോർദാനിൽ എത്ര ബാങ്കാ? 2 ബാങ്ക്. ഖത്തറിൽ എത്രയാണ്? 2 ബാങ്ക്. ബഹ്റൈൻ എടുത്തോളൂ, കുവൈത്ത് എടുത്തോളൂ, അതുപോലെ തന്നെ ഒമാൻ എടുത്തോളൂ, സഹോദരന്മാരെ സിറിയ എടുത്തോളൂ, അതുപോലെ ഫലസ്തീൻ, മിസ്ർ, 10 രാഷ്ട്രങ്ങൾ ഞാൻ പറഞ്ഞു. 10 സ്ഥലത്തും ഞാൻ പോയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അവിടെ മാത്രമേ ഇതുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കണ്ട. അവിടെയൊക്കെ ഖുതുബക്ക് മുമ്പുള്ള ബാങ്ക് അത് 2 തന്നെ. കേരളത്തിലെ മുജാഹിദ് പറയുന്നതോ, അങ്ങനെ ചെയ്തവൻ അത് അനാചാരമാണ്, നരകത്തിലേക്ക് പോകും. അപ്പൊ ആരൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരും? എന്താണ് ഇവർ ഈ പറയുന്നത്? തലയിൽ യാതൊന്നുമില്ലാതെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾ നോക്ക്, വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമായും നമ്മൾ ജുമാന്റെ മുമ്പുള്ള ബാങ്കുമാണ്. ഇനി സ്ത്രീകളെ ജുമാക്കും ജമാഅത്തിനും കൊണ്ടുപോകുന്ന സമ്പ്രദായം നമുക്കറിയാം. സ്ത്രീകളെ ജുമാക്കും ജമാഅത്തിനും കൊണ്ടുപോകുന്ന ഈ സമ്പ്രദായം ഞാൻ പറഞ്ഞോട്ടെ, കേരളക്കരയിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് ആരാ? സ്വഹാബികളാണെന്ന് ഞാൻ പറയുകയല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന പുസ്തകത്തിൽ
കേരളത്തിൽ മുജാഹിദുകൾ തന്നെ പുറത്തിറക്കിയ പുസ്തകത്തിൽ അവർ പറയുന്നു, സ്വഹാബികൾ പഠിപ്പിച്ച ഇസ്ലാമാണ് കേരളത്തിൽ. അവിടെ 10 പള്ളികൾ കേരളത്തിൽ സ്വഹാബികൾ വന്ന് സ്ഥാപിച്ചു മുസ്ലിങ്ങൾക്ക് വേണ്ടി. അവർ ആരാധന നിർവഹിച്ചു. അന്നുള്ള ഏതെങ്കിലും പള്ളികളിൽ സ്ത്രീകൾ ജുമാക്കോ ജമാഅത്തിനോ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഞാൻ പറയല്ല, പ്രമാണം തെളിവൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, അന്ന് പോയോ പോയില്ലേ? ഞാൻ പറയുന്നില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പത്രം പുടവ മാസിക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ പറയുന്നു എന്താ? ഈ പാദധന്യം എന്ന പേരിൽ മുജാഹിദുകൾ തന്നെ പുടവ മാസികയിൽ എഴുതി. എന്താ എഴുതുന്നത്? നിങ്ങൾ നോക്കൂ. ഈ പാദധന്യം, ഇത് മുജാഹിദിന്റെ വനിതാ മാസികയാണ്, പുടവയാണ്. ഇതിൽ പറയുന്നത് എന്താണ്? ഞാൻ ഇതിന്റെ റൈറ്റപ്പ് വായിക്കാം. കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. കേരളത്തിൽ ആദ്യമായി പള്ളിയിലേക്ക് പോയത് 2 മുസ്ലിം വനിതകളായി. എവിടെയാണിത്? ആരാണ് ഈ 2 മുസ്ലിം വനിത? ഒന്ന് വെള്ളാറമ്പാറ ഖദീജക്കുട്ടി, മറ്റൊന്ന് PK ആമിന. ഞാൻ പറയല്ല, മുജാഹിദിന്റെ പത്രാണ്. ഇതെന്നാ നടന്നത്? സഹാബത്തിന്റെ കാലത്താണോ? അല്ല. 1-ാം നൂറ്റാണ്ടിൽ നടന്നോ? പോയിട്ടില്ല. 2-ാം നൂറ്റാണ്ടിൽ പോയോ? പോയില്ല. 3-ലും 4-ലും 8-ലും 10-ലും പോയോ? പോയില്ല. പോകട്ടെ, 1100-ാമത്തെ കൊല്ലത്ത് പോയോ? പോയിട്ടില്ല. 1300 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യണം. ഇതേതാ ഇസ്ലാം നമുക്കറിയുന്നില്ല. കേരളത്തിൽ സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാം ഇവിടെ 1300 കൊല്ലത്തിന്റെ പഴക്കമുള്ള ഇസ്ലാം. അന്നൊന്നും ഇതില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കണം, പിന്നെ എന്നാ ഇത് തുടങ്ങിയത്? ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ. കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയത് എന്താണെന്നറിയോ നിങ്ങൾ? 1920-കളിലാണ്. 20-കളിൽ മുജാഹിദ് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർ കുറെ സത്യങ്ങൾ മൂടി വെച്ചിട്ടുണ്ട്, കുറെ സുന്നത്തുകൾ. അതുകൊണ്ട് ആ സുന്നത്തിനൊക്കെ ഒന്ന് ഹയാത്താക്കണം എന്ന് പറഞ്ഞിട്ടാ മുജാഹിദ് രംഗത്ത് വന്നത്. എന്നാ വന്ന കാലത്ത് 1920-കളിൽ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോയോ? അന്ന് ഇങ്ങനെ ഒരു പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയോ? കൊണ്ടുപോയിട്ടില്ല. 25-ന് കൊണ്ടുപോയോ? പോയിട്ടില്ല. 30-ൽ കൊണ്ടുപോയോ? ഇല്ലേ ഇല്ല. 35-ൽ കൊണ്ടുപോയോ? ചിന്തിച്ചിട്ടേ ഇല്ല. 40-ൽ കൊണ്ടുപോയോ? അങ്ങനെ ഒരു സുന്നത്തേ ഇല്ല. നോക്ക് നിങ്ങൾ. ആ 1940-കൾക്ക് ശേഷമാണ് മുജാഹിദുകൾ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് വാദിച്ചത്. അങ്ങനെ പോയ 2 സ്ത്രീകളാണിത്. എവിടെ ഇത് പോയതാദ്യം? മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്ത ഒതായി എന്ന് പറയുന്ന പ്രദേശത്താണ് പോയത് എന്ന് ഇതേ പുസ്തകത്തിൽ മുജാഹിദുകൾ തന്നെ പറയുന്നു. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാർ, ഇത് മനസ്സിലാക്കണം. എന്നിട്ടോ ഞാൻ പറയുന്ന വിഷയം അതല്ല. ഈ വിഷയത്തിൽ പൂർവീകരുടെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നിലനിന്ന ഇസ്ലാം നമുക്കറിയാലോ. അന്നൊക്കെ മുസ്ലിം പുരുഷന്മാര് പള്ളിയിലേക്ക് പോകുന്നുണ്ട് എന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. അന്നൊന്നും അത് ചരിത്രത്തിൽ സ്ഥാനം നേടിയിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ ഇത് മാത്രം സ്ഥാനം നേടാനുള്ള കാരണം എന്താ? അതിനു മുമ്പ് പെണ്ണുങ്ങൾ പോണ പരിപാടി ഇല്ല. ഇത് 1940-കൾക്ക് ശേഷം 50-കളിലായിട്ടുണ്ടായതാണ്. അത് വാദിച്ചത് ആദ്യം MCC അഹമ്മദ് മൗലവിയാണ്. ആ അഹമ്മദ് മൗലവി വാദിച്ചപ്പോ നിങ്ങൾക്കറിയോ, അതിനെതിരിൽ ആദ്യമായി പ്രതികരിച്ചത് ആരാ? സമസ്തയുടെ നേതാക്കളല്ല, കണ്ണിയത്ത് ഉസ്താദല്ല, ഷംസുൽ ഉലമയല്ല, താജുൽ ഉലമ ഉള്ളാത്തങ്ങളല്ല, കാന്തപുരം ഉസ്താദല്ല. പിന്നെ ആദ്യം പ്രതികരിച്ചത് ആരാണെന്നറിയോ നിങ്ങൾക്ക്? അത് ആദ്യമായി പ്രതികരിച്ചത് സഹോദരന്മാരെ K ഉമർ മൗലവിയാണ്. ആ അൽമനാറാണ് എന്റെ കയ്യിൽ. മുജാഹിദുകൾക്ക് നോക്കാം, സംശയം ഉണ്ടെങ്കിൽ നോക്കാം, ഉറപ്പുവരുത്താൻ യാതൊരു പ്രശ്നമില്ല. മുജാഹിദിന്റെ മുഖപത്രം അൽമനാറാണ് എന്റെ കയ്യിൽ. 1953 മാർച്ച് 20-ന് ഇറങ്ങിയ അൽമനാറിൽ ഉമർ മൗലവി വിശദമായി വിശദീകരിച്ചിട്ട് അവസാനം പറഞ്ഞു, ആകയാൽ നമ്മുടെ മൗലവി സാഹിബ്, അതായത് ഇത് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകണം എന്ന് പറഞ്ഞ മൗലവി സാഹിബ് പറയുന്നത് പോലെ ചില ഉലമാക്കളെല്ലാം സകല ഉലമാക്കളും വുജൂബില്ല എന്ന് പറഞ്ഞവരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ആരും നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. സുന്നത്തുണ്ടെന്ന് ഉലമാക്കൾ പറഞ്ഞു എന്ന് മൗലവി സാഹിബ് വാദിക്കുന്നുണ്ട്. അതായത് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകൽ സുന്നത്താണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന് MCC മൗലവി വാദിക്കുന്നുണ്ട്. അപ്പൊ ഉമർ മൗലവി പറയാ, എന്നാൽ ഇമാമുകളുടെ കിതാബുകളിൽ നിന്ന് അത് ഉദ്ധരിച്ച് കാണിച്ചു തരുവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? ഉമർ മൗലവി വെല്ലുവിളിക്കുക. ഈ ഉസ്താദിന്റെ വെല്ലുവിളിയല്ലത്, AP ഉസ്താദിന്റെ വെല്ലുവിളിയല്ല, സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ ഉമർ മൗലവിയുടെ വെല്ലുവിളി. നോക്ക് നിങ്ങൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന് വരെ അന്ന് വരെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോണ പരിപാടിയില്ല. അത് പുതുതായി ആരംഭിച്ചതാണ്. ഞാൻ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പൂർവീകരുടെ പാരമ്പര്യമുള്ളവരാണ്. ഹും സലഫുൽ ഉമ്മത്തി വഅയിമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഈ സമുദായത്തിലെ പൂർവീകരും അവരെ പിൻപറ്റിയവരും ആ ഇമാമുകളും അവരെ പിൻപറ്റിയവരുമാകുന്നു. ആ വിഭാഗത്തിൽ ഇല്ലേ ഇല്ല
ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പരിപാടി ഇല്ലേ ഇല്ല. എല്ലാ വിഷയമാണ്, എല്ലാം കൂടി പറയാൻ സമയമില്ല. എനിക്ക് മറ്റു ചില കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, മന്ത്രം, ഉറുക്ക്, ഏലസ്, എല്ലാ വിഷയവും, തർക്കമുള്ള വിഷയങ്ങൾ ഏതെടുത്തോളൂ നിങ്ങൾ, ഏതെടുത്താലും പൂർവീകരുടെ പാരമ്പര്യം അഹ്ലുസുന്നയോടുകൂടെയാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വ്യതിരക്തത. ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ അവരാണ് മുബ്തദിഉകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ പുത്തൻ പ്രസ്ഥാനക്കാർ എന്ന് പറയും. അവരെ കുറിച്ച് എന്താണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്? ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഇ, പുത്തൻ പ്രസ്ഥാനക്കാരനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കൂല. സിയാമൻ, അവന്റെ നോമ്പ് സ്വീകരിക്കൂല. വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം. വലാ സ്വലാത്തൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. വലാ സകാത്തൻ, അവന്റെ സകാത്ത് സ്വീകരിക്കൂല. വലാ നുസുക്കൻ, അവന്റെ ഹജ്ജ് ഉംറ അമലുകൾ സ്വീകരിക്കൂല. വലാ സർഫൻ വലാ അദ്ല, അവരിൽ നിന്ന് സുന്നത്തോ ഫർളോ ആയ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും ഒക്കെ സഹോദരന്മാരെ അത് പൂർവീകർ പഠിപ്പിച്ചതുപോലെയായിരിക്കണം. ആ വിശ്വാസമുണ്ടെങ്കിലേ സ്വർഗത്തിലെത്തുകയുള്ളൂ. ആ വിശ്വാസമുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ലോകത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഈ പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ജീവിക്കുന്നത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പ്രവർത്തിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് തരപ്പെട്ടവൻ ഇല്ലേ ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേരുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന പ്രസ്ഥാനം. നിങ്ങൾ ഓർക്കണം, ഈ പ്രസ്ഥാനം സഹോദരന്മാരെ പൂർവീകർ പഠിപ്പിച്ച ആശയം അതാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് സുന്നികളായ നാം. പക്ഷേ നമ്മെ ഇസ്ലാമിൽ ഖുർആൻ ഓതിയിട്ട് സുന്നത്ത് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ തൗഹീദിൽ നിന്ന് പുറത്താക്കാനും മുശ്രിക്കാക്കാനും കാഫിറാക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുകയാണ്. സാധുക്കൾ, അള്ളാഹു അവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് അവർക്കതിനുള്ള ന്യായം എന്താ, തെളിവെന്താ? ഞാൻ പറഞ്ഞു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട പൂർവീകർ, സ്വഹാബത്ത്, താബിഈകൾ, ഇമാമുകൾ, ഇങ്ങനെയുള്ള ആളുകൾ അവരാണ് പഠിപ്പിച്ചതാണ് ഖുർആനും സുന്നത്തും ശരിയായത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ വിദഴികൾ പറയുന്നതോ സുന്നത്ത് നോക്കി ജീവിതമാണ് ചിട്ടപ്പെടുത്തിക്കോളി. ഇതാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഓരോരുത്തരോടും പറയാനുള്ളത്. ആരാ പറയുന്നത്? മുജാഹിദിന്റെ സംസ്ഥാന നേതാവ്, മുജാഹിദിന്റെ ജീവാത്മാവും പരമാത്മാവുമായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അയാൾ പറയട്ടെ. അയാൾ പറയുന്നത് അങ്ങനെയാണ്, ഖുർആനും സുന്നത്തും മുന്നിൽ വെക്കുക, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളെ ജീവിതം നോക്കി റെഡിയാക്കുക എന്നാ മൂപ്പര് പറയുന്നത്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുക. അതുമായി യോജിക്കാത്ത തള്ളി ചെത്തിക്കളയുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളോട് വേറെ ഒന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനില്ല. ഈ മുജാഹിദ് പ്രവർത്തകന്മാർക്ക് നിങ്ങൾ മുണ്ടിയിലെങ്കിലും വിരോധമല്ല, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ വെച്ച് പരിശോധിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരും തരേണ്ട. കേട്ടില്ല നിങ്ങൾ? ഒന്ന് മുജാഹിദ് പണ്ഡിതൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഖുർആനും സുന്നത്തിനെ മുന്നിൽ വെക്കുക, എന്നിട്ട് നിങ്ങളാണ് ചെയ്യുന്നേ. അതന്നെ, അതാ പറയാനുള്ളത്. നോക്ക് നിങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, ഇവർ പറയുന്നത് മുജാഹിദിന്റെ മൗലവിമാരോടല്ലോ, സാധാരണക്കാരെ വിളിച്ചു വരുത്തി പറയാണിത്. ഇങ്ങനെ ഓരോരുത്തരും ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞാല് ഇവിടെ എന്തായിരിക്കും ആ ഇസ്ലാമിന്റെ അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തൊരു വിഡ്ഢിത്താണ് ഇവർ പറയുന്നത്. സഹോദരന്മാര് ചിന്തിക്കണം. അങ്ങനെ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ഇവരങ്ങ് ഗവേഷണം ചെയ്യാൻ തുടങ്ങി. ഗവേഷണം ചെയ്യാൻ തുടങ്ങിയപ്പോ നിങ്ങൾക്കറിയോ മുജാഹിദ് അവകാശപ്പെടുന്നത് എന്താ? മുജാഹിദ് അവകാശപ്പെടുന്നത് എന്താ? മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിൽ. ഈ പുസ്തകത്തിൽ അയാൾ പറയുന്നത് എന്താണെന്നറിയോ?
ഖുർആനും സുന്നത്തുമാണ് മുന്നിൽ വെച്ചിട്ട് ഓരോരുത്തരോട് ഗവേഷണം ചെയ്യാൻ തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദുകളുള്ള പ്രദേശം, അതായത് മുജ്തഹിദ് മുത്തലഖ് തിരിഞ്ഞിട്ടില്ല. ഷാഫി ഇമാമിനെ പോലത്തെ ആളുകളെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തിരി. ഷാഫി ഇമാമ്, അബൂ ഹനീഫ് ഇമാമ്, മാലിക് ഇമാമ്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ റളിയല്ലാഹു അൻഹും, ഇങ്ങനെയുള്ള ആളുകൾക്ക് ആ മുത്തലഖ് മുജ്തഹിദ് എന്ന് പറയാം. ഇങ്ങനെയുള്ള മുത്തലഖ് മുജ്തഹിദ് ഏറ്റവും കൂടുതൽ ഉള്ള പ്രദേശം ലോകത്ത് തന്നെ നിങ്ങൾ കേൾക്കണം. അതേതാ? നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നതിൽ സന്ദേഹമില്ല. കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മുജ്തഹിദ് മുത്തലഖുകൾ. ഷാഫി ഇമാമിനെ പോലത്തെ, അബൂ ഹനീഫ് ഇമാമിനെ പോലത്തെ ആളുകളുള്ളത് കൊച്ചു കേരളത്തിലാണ്. നിങ്ങൾ കേൾക്കണം. എന്നിട്ടോ ആരൊക്കെ അത്? മുജാഹിദ് പറയുന്നു, നമ്മുടെ മസ്ജിദുകളിലെ 100 കണക്കിന് ഖതീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജംഇയ്യത്തുൽ ഉലമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണല്ലോ. ആരൊക്കെ? മുജാഹിദ് പള്ളിയിലെ സർവ്വ ഇമാമികളും സർവ്വ ഖതീബുകളും സർവ്വ പ്രസംഗകരും പിന്നെ ജംഇയ്യത്തുൽ ഉലമയിലെ സർവ്വ മെമ്പർമാരും ഒക്കെ ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ച മുത്തലഖ് മുജ്തഹിദുകളാകുന്നു എന്ന് ഉളുപ്പില്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിങ്ങൾ. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുത്തലഖ് മുജ്തഹിദ് കാലുമ തടഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത കോലത്തിലപ്പുള്ളത് എന്നപ്പോ ഈ പറഞ്ഞത് പടച്ചോനെത്തം. എന്നിട്ട് എഴുതുന്നുണ്ടോ? നിങ്ങൾ കേട്ടോളൂ. 50 വർഷത്തിനിടയ്ക്ക് ഒരു മതേതര രാഷ്ട്രത്തിൽ നമ്മുടെ ആയിരക്കണക്കിന് മുജ്തഹിദുകൾ, നമുക്ക് ആയിരക്കണക്കിന് മുത്തലഖ് മുജ്തഹിദുകൾ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഗൾഫ് സലഫികൾക്കോ ഭരണകൂടവും എണ്ണപ്പണവും ഉണ്ടായിട്ട് പോലും പല നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരൊറ്റ മുത്തലഖ് മുജ്തഹിദിനെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പൊ നമ്മളെ പ്രവർത്തനം ചില്ലറയെന്നപ്പോ കളി കരുതിയത്? നുബുവത്ത് ഇറങ്ങിയ വഹയി വന്ന രാജ്യ മക്കയും മദീനയൊക്കെ, സൗദി അറേബ്യ, അവിടെ പോലും ഒരു മുത്തലഖ് മുജ്തഹിദില്ല. നമ്മളെ കേരളത്തിൽ 100 ആയിരക്കണക്കിന് മുത്തലഖ് മുജ്തഹിദുകൾ, എല്ലാവരും മുത്തലഖ് മുജ്തഹിദ്, കണ്ടോലൊക്കെ മുത്തലഖ് മുജ്തഹിദ്. അപ്പൊ എന്താ? നേതാവ് പറഞ്ഞു ഖുർആനും സുന്നത്താണ് മുന്നിൽ വെച്ചോളി, എന്നിട്ട് അങ്ങോട്ട് ചിന്തിച്ചോളി പറഞ്ഞു. അതിലാണ് ചിന്തിച്ചു ഓരോരുത്തരും. എന്തൊക്കെയാ ചിന്തിച്ചത് നിങ്ങൾക്കറിയോ? പടച്ചോരെ, അതെല്ലാം കൂടി പറയാൻ നിന്ന സുബഹി വരങ്ങളിൽ ഇരുത്തിരിക്കുന്നു. എനിക്കറിയാം, ഞാൻ ഈ പറച്ചിൽ പറയും ചെയ്യും. പക്ഷേ കുറച്ച് സംശയം ചോദിക്കാൻ ആള് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര നീട്ടുന്നില്ല, ഞാൻ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. മുജാഹിദിന്റെ ഈ വാദമുണ്ടല്ലോ, അതായത് ഖുർആനും സുന്നത്തും നിങ്ങൾ മുന്നിൽ വെക്കുക, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കന്നെ അതന്നെ ഇസ്ലാം എന്ന് പറഞ്ഞല്ലോ. ഈ വാദം ഇതാണ് നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾക്ക് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിക്കും പറയാനുള്ളത് അതന്നെയാണ്. അവർ പറയുന്നത് എന്താ? ഞങ്ങൾ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് ഗവേഷണം ചെയ്ത് നോക്കിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് മതേതര രാജ്യം അത് ശിർക്കിന്റെ രാജ്യമാണ്. ഇവിടെ മതേതര ഗവൺമെന്റിനെ അംഗീകരിക്കാൻ പറ്റൂല, ഹുക്കൂമത്തെ ഇലാഹി വേണം, അതുകൊണ്ട് വോട്ട് ചെയ്യൽ ശിർക്കാകുന്നു എന്നാ ജമാഅത്തെ ഇസ്ലാമി ഖുർആനും സുന്നത്തും നോക്കിയിട്ട് പറഞ്ഞത്. നിങ്ങളറിയോ? അതുപോലെ ഖാദിയാനി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അഹമ്മദിയാക്കൾ. അവർ പറഞ്ഞത് എന്താ? അവർ ഖുർആനും സുന്നത്തും എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി, അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബിൽ ജനിച്ച തലക്ക് സുഖമില്ലാത്ത മൂത്രവാർച്ചക്കാരനായ ഒരു മനുഷ്യണ്ടായിരുന്നു, മീർസ ഗുലാം അഹമ്മദ് എന്ന അയാളുടെ പേര്. അയാൾ നബിയാകുന്നു എന്നാണ് ഇവര് ഖുർആനും സുന്നത്തും മറിച്ചപ്പോ ഇവർക്ക് മനസ്സിലായത്. നോക്കണം നിങ്ങൾ. അങ്ങനെ ഇരിക്കവെയാണ് ചേകന്നൂർ മൗലവി വന്നത്. അയാൾ ഖുർആനും സുന്നത്തും എ പി അബ്ദുൽ ഖാദർ മൗലവി വസിയത്തല്ലേ. അപ്പൊ അത് വെച്ച് നോക്കിയിട്ട് ഖുർആനും സുന്നത്തും നോക്കിയപ്പോ ചേകന്നൂരിന് മനസ്സിലായത് ഖുർആനിലെടുത്ത് പരിശോധിച്ചപ്പലി പറഞ്ഞ മാതിരി 5 വക്ത് നിസ്കാരമൊന്നുമില്ല, ആകെ 3 വക്തേ ഉള്ളൂ. നോക്കിങ്ങൾ. ഓരോരുത്തരും ഖുർആനും സുന്നത്തും എടുത്ത് ഗവേഷണം ചെയ്യാണ്. അതാ നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾക്കറിയോ, മുജാഹിദുകളുടെ പുടവ മാസികന്റെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ സ്ത്രീ ജുമാ ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു മൗലവി ഗവേഷണം ചെയ്തു. അയാൾ ഗവേഷണം ചെയ്തപ്പോ എന്താ കിട്ടിയതെന്ന് അറിയോ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്. അയാൾക്ക് ഗവേഷണം ചെയ്ത് കിട്ടിയത് സ്ത്രീകൾ ജുമാഅക്കും ജമാഅത്തിനും പോകണം, അത് ശരിയന്നെ. അപ്പൊ പോകണമെങ്കിൽ അന്യ പുരുഷന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാമോ, അതിന് പറ്റുമോ എന്നാണ് ഇയാളോട് ചോദ്യം. അപ്പൊ മൂപ്പര് ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചിട്ട് മൂപ്പര് ഗവേഷണം ചെയ്തിട്ട് ഇപ്പൊ എന്താ കിട്ടിയത്? അതിന് കുഴപ്പമൊന്നുമില്ല. അതാ ഞാൻ പറയാ, മുജാഹിദിന്റെ പത്രാണ് എന്റെ കയ്യിൽ, പുടവ മാസികയാണ്. ആ പുടവ മാസികയിൽ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? ഇതിൽ പറയുന്നത് എന്താ? സ്ത്രീകൾക്ക് അന്യ പുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാമോന്ന ദീർഘമായ ചോദ്യമാണ്. ചോദ്യം പ്രസക്താണ്, നമുക്കറിയാം. കാരണം മുജാഹിദിന്റെ സ്ത്രീയുടെ ഭർത്താവ് ഗൾഫിലേക്കോ മറ്റോ പോയി കഴിഞ്ഞാൽ അവൾക്ക് പള്ളിക്ക് പോകേണ്ടി വരും. അപ്പൊ അതിന് അവൾക്ക് സ്വന്തം പോകാൻ ഒരു പേടി, കുറച്ച് ദൂരെയാണ് പള്ളി. പിന്നെ വയസ്സായ അമ്മോശനും അമ്മായിമ്മക്കും ഓല തടിയോട് നിൽക്കാൻ വയ്യ, എന്നിട്ടല്ലേ ഇവിടെ കൊണ്ടുപോകല്. അപ്പൊ പിന്നെ പോണെങ്കിൽ എന്താ, അടുത്ത വീട്ടിൽ ISM കാരൻ അവനക്ക് ബൈക്കും ഉണ്ട്, എന്നാ അതിന്റെ വേലാണ് ഇരുന്നെടുത്താൽ ഓനും പള്ളിക്കാണ് ഓളും പള്ളിക്കാണ്.
രണ്ടാൾക്കും ഒരു സമാധാനം ആവും ചെയ്തു, പള്ളിയിൽ എത്തും ചെയ്തു. ഇത് പറ്റുമോ എന്നാണ് ചോദ്യത്തിന്റെ കാതലായ വശം. അപ്പൊ അതിന് നൽകുന്ന മറുപടി എന്താണെന്നറിയോ നിങ്ങൾ? അന്യപുരുഷന്മാരുടെ ബൈക്കിൽ എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അന്യപുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് യാതൊരു വിരോധവും ഇല്ല. എങ്ങനെയുണ്ട്? ബൈക്കുള്ള ചെറുപ്പക്കാർ ജാഗ്രത, പ്രത്യേകിച്ച് മുജാഹിദ് പള്ളിന്റെ അരികിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ്? അപ്പൊ ബൈക്കിൽ ഇരിക്കുമ്പോൾ സ്വാഭാവിക ഒരു പ്രശ്നം വരും. എന്താ? ഇരുത്തം ശരിയാകണം. ഈ പുരുഷന്മാർ ഡ്രൈവർ ഇരിക്കണ മാതിരി നമ്മൾ ബാക്കിൽ ഇരിക്കുന്ന ആണുങ്ങളാണെങ്കിൽ അവർക്ക് അങ്ങനെ ഇരിക്കാം. എല്ലാവർക്കും അറിയാം. കാരണം ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടും ഇട്ടാ ബാലൻസ് ക്ലിയർ ആവും. സ്ത്രീകൾക്ക് അങ്ങനെ ഇരിക്കാൻ കുറച്ച് പ്രയാസമാവുമല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രാമീണ ഭാഗത്തുള്ള സ്ത്രീകളൊക്കെ ആവുമ്പോൾ. അവരിരിക്കണമെങ്കിൽ അങ്ങനെ രണ്ടു കാലം മുന്നിക്കിട്ടിരിക്കണം. അപ്പോ വണ്ടിയാണ് പോകുമ്പോ ആള് നിലത്തേക്ക് വീഴാതിരിക്കണമെങ്കിൽ മുന്നിലുള്ള ആളെ പിടിക്കേണ്ടി വരും. ആ പുറത്തെ എവിടെ വരല് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ പറഞ്ഞില്ല. സഹോദരന്മാരെ, അങ്ങനെയാണ്. അപ്പൊ മുന്നിലിരിക്കുന്നത് അന്യ പുരുഷനുമാണ്. അപ്പൊ മുജാഹിദിന്റെ മൗലവി സുല്ലമി കണ്ടറിഞ്ഞ് പത്ത് കൊടുക്കുകയാണ്. എന്താ? എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാകുന്നു. പരമാവധി നമ്മൾ തൊടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ബൈക്കല്ലേ, കുണ്ടിലും കുഴിയിലോട് ചാടുമ്പോ അടക്കി പിടിച്ചെന്നെ അത് കാര്യാക്കണ്ട. എങ്ങനെയുണ്ട് പത്തുക? നേതാവ് പറഞ്ഞു നിങ്ങൾ ഖുർആനും സുന്നത്താണ് മുന്നിൽ വെക്കുക, അങ്ങോട്ട് നോക്കുക. അല്ലാതെന്താ? അപ്പൊ മൂപ്പര് ഖുർആനും സുന്നത്തും വെച്ച് മുന്നിലാണ് വെച്ച് നോക്കിയാൽ മൂപ്പർക്ക് തിരിഞ്ഞത് ഇങ്ങനെയാണ്. എന്നിട്ട് ഒരു നിബന്ധന പറയുന്നുണ്ട്. അതാ രസം. എന്താ നിബന്ധന? സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ പെണ്ണിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാകുന്നു. ഒരു രാത്രിയും ഒരു പകലും ദീർഘമാകാത്ത യാത്രയായിരിക്കണം. അതിനെന്നെ 24 മണിക്കൂർ എന്ന് പറയാം. 24 മണിക്കൂർ വരെ ഒരു പെണ്ണിനെയും കൊണ്ട് റാഞ്ചാന്ന് പറഞ്ഞാൽ ഇവര് എവിടുന്നാ വരുന്നത്? ഒരു പെണ്ണിനെ ഒരു ചെറുപ്പക്കാരന് കിട്ടിയ 24 മണിക്കൂർ വേണോ? ഇവര് എവിടുന്നാ വരുന്നത്? ഒരന്തമില്ല. ഇവലെ റസൂലാറാന്ന് എനിക്ക് ചോദിക്കാൻ പൂതിയാണത്. ഇവലെ മതത്തിന്റെ പേരെന്താ നമുക്ക് മനസ്സിലാണില്ല. ഇത് ഏതാ മതം? മുജാഹിദിന്റെ പത്രം ഉയർത്തി കാണിച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത്. സംശയമുള്ളവരുണ്ടെങ്കിൽ നോക്കാം. എന്താണിത് മതം? നേതാവ് പറഞ്ഞു ഖുർആനും സുന്നത്താണ് വെച്ചോളി, എന്നിട്ട് ഇയാളാണ് നോക്കിക്കോളി പറഞ്ഞു. അപ്പൊ ഇയാളാണ് നോക്കിയപ്പോ ഇയാൾക്ക് തിരിച്ചത് അങ്ങനെയാണ്. ഇനി ഞാൻ വേറൊരു മൗലവിയെ കാണിച്ചു തരാം. എന്താ വേറൊരു മൗലവി പറയുന്നത്? എന്താ? ഇയാൾ ഖുർആനും സുന്നത്തും വെച്ച് നോക്കി. നമ്മളെ മഞ്ചേരിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ജാമിയ ഹിക്കമിയ, മഞ്ചേരിയിലെ നമ്മുടെ സ്ഥാപനം, ആ സ്ഥാപനം ഉണ്ടാവാനുള്ള കാരണവും കൂടി അതാണ്. മഞ്ചേരിയിൽ മർക്കസുൽ ബിഷാറ എന്ന പേരിൽ ഒരു കേന്ദ്രം തുറന്നു. ആരാ? മിസ്റ്റർ ഫാദർ അലവി എന്ന പേരിലുള്ള ഒരാൾ. അയാൾ പറഞ്ഞത് എന്താ? അയാൾ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അയാളും പറയുന്നത്. അയാൾ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ശരിയായ മതം ഇസ്ലാം മതമൊന്നുമല്ല, അത് ക്രിസ്തു മതമാകുന്നു. എന്താ തെളിവ്? ഖുർആൻ തന്നെ, വേറെന്താ? ഹദീസ് തന്നെ. അപ്പൊ ഓരോരുത്തരും ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞപ്പോ സഹോദരന്മാരെ, എന്തൊക്കെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം. എന്തൊക്കെയാണ് തോന്നിയത് പറയുകയാണ്. നിങ്ങൾ കേട്ടോളൂ. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും, ഞാൻ പറയാം, മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും എത്രത്തോളം അബദ്ധം പറ്റിയെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ വരെ ഭീമാബദ്ധമാണ് ഇവർക്ക് പിണഞ്ഞിട്ടുള്ളത്. ഭീമാബദ്ധം. ഞാൻ വെറുതെ പറയല്ല, പറയാനും ചിന്തിക്കാനും സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കൂ സഹോദരന്മാരെ. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആദ്യകാലത്ത് പറഞ്ഞത്? എന്താണ്? നമ്മളൊക്കെ മുസ്ലിമീങ്ങൾ എല്ലാവരും അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്ന അതേ വിശ്വാസം നമുക്കെല്ലാവർക്കും അറിയാം. എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുർആൻ പഠിപ്പിച്ചു. അള്ളാഹു ഏകനാണ്, നിരാശ്രയനാണ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവന് സമാനമായി ഒരു വസ്തുവുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവുമില്ല. ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളെല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എന്നാ കേരളത്തിലെ മുജാഹിദുകൾ വിശ്വസിക്കുന്നത് എങ്ങനെയെന്ന് അറിയുമ്പോൾ അവര് പറയുന്നത് അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിച്ചത് ശരിയല്ല. നിരാകാരം എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തവൻ. അള്ളാഹുവിന് ആകൃതി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹ്ക്ക് ആകൃതി ഉണ്ട്. ഓർക്കണങ്ങൾ. നമ്മളൊക്കെ പഠിച്ചത് എന്താ? ഇമാം ഗസാലിയുടെ കിതാബ് എടുത്ത് പരിശോധിച്ചാൽ, ഒന്നല്ല ഒന്നിലധികം ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, അള്ളാഹുവിനെ കുറിച്ച് നീ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അള്ളാഹു. എല്ലാവരും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. മുജാഹിദ് പറയുന്നതോ അത് ശരിയല്ല. അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിച്ചത് ശരിയല്ല. നിരാകാരം എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല. അള്ളാഹ്ക്ക് ആകൃതിയുണ്ട്, കോലമുണ്ട്, രൂപമുണ്ട്. എങ്ങനെ ഉണ്ടാവും? അള്ളാഹ്ക്ക് കോലുണ്ടാക്കുക പോലെ. എന്തൊക്കെയാണത്? അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹ്ക്ക് പല സംഗതികളുണ്ട്.
ഞാൻ വായിക്കുന്നു, നിങ്ങൾ കേട്ടോളൂ. മുജാഹിദുകൾ തന്നെ അള്ളാഹുവിനെ കുറിച്ച് എഴുതിയ പുസ്തകം, അവരുടെ അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകം, അതന്നെ. ആ പുസ്തകത്തിൽ കാണാം എന്താണ്, ഇതിൽ കാണാം, ഇതിന്റെ 124-ാമത്തെ പേജിൽ കാണാം അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം. ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാകുന്നു. അള്ളാഹിനെ പറ്റി പറയാം. 7 ആകാശങ്ങൾ അള്ളാഹുവിന്റെ വലതു കൈയിലാണ്, ഭൂമി ഇടതു കൈയിലുമാകുന്നു. ഈ പുസ്തകത്തിൽ പറയാം. മുജാഹിദ് സംശയമുള്ളവർക്ക് നോക്കട്ടോ, ഒരു സംശയമില്ല. മലയാളത്തിലാണ്, എല്ലാവർക്കും തീരും ചെയ്യും.